നമസ്കാരം. വെള്ളിയാഴ്ച രാത്രിയിൽ തുടങ്ങിയ മഴ ഇന്ന് ഞായറാഴ്ച രാവിലെയും മിക്കയിടത്തും തുടരുകയാണ്. തിരുവനന്തപുരവും കൊല്ലവും പോലുള്ള ജില്ലകളൊഴികെ മിക്ക ജില്ലകളിലും മഴക്കെടുതികൾ തുടരുന്നു. ഏറ്റവും അധികം ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ മലയോര പ്രദേശങ്ങളിൽ ഉള്ളവരാണ്. ഇവിടങ്ങളിലെ മിക്ക നദികളും കരകവിഞ്ഞൊഴുകിയിരിക്കുന്നു. അനേകം റോഡുകൾ തടസ്സപ്പെട്ടത് ഇതുവരെ നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വിവാഹം, മാമോദീസ, 28 കെട്ട് തുടങ്ങിയ നിരവധി ചടങ്ങുകൾ കണ്ണീരിലായി മാറിപ്പോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്നലെ എൻ്റെ ഒരു ബന്ധുവിൻ്റെ മകളുടെ മാമോദീസ ചടങ്ങ് എരുമേലിക്ക് സമീപം ചേനപ്പാടി പള്ളിയിൽ വെച്ച് നടന്നു. ബ്രിട്ടനിൽ താമസിക്കുന്ന ഈ ബന്ധുവിൻ്റെ ആദ്യത്തെ 2 കുട്ടികളുടെയും മാമോദീസ ചടങ്ങിൽ മാതാപിതാക്കൾ പങ്കെടുക്കാത്തതുകൊണ്ടാണ് ഇക്കുറി കഷ്ടപ്പെട്ട് ഈ ചടങ്ങ് ചേനപ്പാടിയിൽ നടത്തിയത്. പക്ഷേ കട്ടപ്പന കൊച്ചുതോവളയിൽ നിന്നും ഈ ബന്ധുവിൻ്റെ മാതാപിതാക്കൾക്കും മറ്റു ബന്ധുക്കൾക്കും ചേനപ്പാടിയിലെത്താൻ കഴിഞ്ഞില്ല. കുട്ടിക്കാനത്തിന് സമയം മുറിഞ്ഞുപുഴയിൽ മണ്ണിടിഞ്ഞ് KK റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ടതാണ് കാരണം. കൂറ്റനൂർ പാറക്കല്ല് റോഡിൻ്റെ നടുവിൽ നിലയുറപ്പിച്ചു. മണിക്കൂറുകളെടുത്താണ് അവ നീക്കം ചെയ്തത്. ഇത്തരത്തിൽ നാട് നീളെ പ്രതിസന്ധികളായിരുന്നു സകല മനുഷ്യർക്കും. അനേകം വീടുകളിൽ വെള്ളം കയറി, പല വീടുകളും തകർന്നു. 8 പേരുടെ മരണം സ്ഥിരീകരിച്ചു. അതിൽ 3 കുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. നിരവധി ആളുകൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് താമസം മാറ്റി. ഇന്നും അനേകം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ മിക്കയിടങ്ങളിലും റെഡ് അലേർട്ടായിരുന്നു. ഇന്ന് ഓറഞ്ച് അലേർട്ടാണല്ലോ എന്നതാണ് ഏക ആശ്വാസം. കാലാവസ്ഥാ നിരീക്ഷകരും ജില്ലാ ഭരണകൂടങ്ങളുമൊക്കെ പറയുന്നത് മഴ ശമിക്കുന്ന ലക്ഷണമാണ്, ഇന്നലത്തേക്കാൾ ശാന്തമായിരിക്കും സംഗതി എന്നാണ്. എന്നാൽ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ മിക്കയിടങ്ങളിലും തിമിർത്ത് മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെയുള്ള ഡാമുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരും എന്ന ആശങ്കയുണ്ട്. ഇക്കുറി ഏറെ ഭാഗ്യമായത് ഡാമുകളിലെ ജലനിരപ്പ് തീരെ താണിരുന്നത് കൊണ്ട് തന്നെ ഡാമുകൾ തുറന്നുവിടേണ്ട സാഹചര്യം ഉണ്ടായില്ല എന്നതാണ്. ഇന്ന് ഞായറാഴ്ച ആയതിനാൽ സ്കൂളുകളും മറ്റും അവധിയാണെങ്കിലും സൺഡേ സ്കൂളുകളോ മദ്രസകളോ ഒന്നും തുറക്കരുതേ എന്ന് അതാതിടങ്ങളിലെ ജില്ലാ കളക്ടർമാർ ഉത്തരവിട്ടിട്ടുണ്ട്. കുട്ടികൾ വെളിയിലിറങ്ങുന്നത് തടയുകയാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായി ആരും സൺഡേ സ്കൂളുകളോ മദ്രസകളോ തുറന്ന് പ്രവർത്തിപ്പിക്കരുതേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മേഘവിസ്ഫോടനങ്ങൾ എന്നതാണ് ഇക്കാലത്ത് മഴയുടെ പ്രധാന കാരണമായി മാറുന്നത്. എന്നാൽ ഇത്തവണ സംഭവിച്ചത് ചെറിയ മേഘവിസ്ഫോടനങ്ങളായിരുന്നു. വേണമെങ്കിൽ അതിനെ ലഘു മേഘവിസ്ഫോടനങ്ങൾ എന്ന് വിളിക്കാം. എന്ന് വെച്ചാൽ ഈ റഡാറിനോ മറ്റ് കാലാവസ്ഥാ മാപിനിക്കോ പരിശോധിക്കാനോ തിരിച്ചറിയാനോ കഴിയുന്നതിനേക്കാൾ ചെറിയ ഇടങ്ങളിൽ ആഴത്തിലുള്ള മഴക്കാറുകൾ കൂട്ടം കൂടുകയാണ്. അതുകൊണ്ട് തന്നെ കനത്ത മഴ ആ ചെറിയ പ്രദേശത്ത് പെയ്യുന്നു. മണിക്കൂറുകൾ കൊണ്ട് പെയ്തു തരേണ്ട മഴയാണ് മിനിറ്റുകൾ കൊണ്ട് പെയ്യുന്നത്. സാധാരണഗതിക്ക് നമുക്കറിയാം, കർക്കിടക മാസം ചിന്നം മഴ പെയ്യേണ്ട മാസമാണ്. അത് രാത്രിയും പകലുമൊക്കെ പെയ്തുകൊണ്ടിരിക്കും, പക്ഷേ തീവ്രമായ മഴ പെയ്യുകയില്ല. എന്നാൽ ഇപ്പോൾ കേരളത്തിൻ്റെ കാലാവസ്ഥ അടിമുടി മാറിയിരിക്കുന്നു. അതിതീവ്രമായ മഴയാണ് ചെറിയ ഇടങ്ങളിലാണെങ്കിലും പെയ്യുന്നത്. പെയ്തിറങ്ങുന്ന മഴ ഭൂമിയിലേക്ക് പോകുന്നില്ല, അത് കുത്തിയൊലിച്ച് തോടുകളിലേക്കും ആറ്റിലേക്കുമൊക്കെ പോവുകയാണ്. ഇത്തവണ ഏറ്റവും അധികം മഴ പെയ്തത് പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരിക്കരയിലാണ്. വടശ്ശേരിക്കരയിൽ പെയ്തതായി രേഖപ്പെടുത്തിയത് 36.1 സെൻറ്റിമീറ്ററാണ്. ഇത്രയും വലിയ മഴ 24 മണിക്കൂറിനുള്ളിൽ പെയ്യുക എന്നത് അത്യപൂർവമായി സംഭവിക്കുന്ന സംഗതിയാണ്. ഇടുക്കിയിലെ വാഗമണ്ണിൽ 31.43 മീറ്റർ മഴയാണ് പെയ്തത്. ഈ പ്രദേശങ്ങളിലെയൊക്കെ പ്രധാനപ്പെട്ട ഗതാഗത വഴികളെല്ലാം തടഞ്ഞിരിക്കുന്നു. ഇടുക്കിയിൽ സമ്പൂർണമായ ടൂറിസം നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആരും ഇടുക്കിയിലേക്ക് ടൂറിസ്റ്റ് ആവശ്യത്തിന് വേണ്ടി എത്തരുതെന്ന് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഡാമുകളിൽ ജലനിരപ്പ് കുറവായതിനാൽ അധികം ഡാമുകൾ തുറന്നുവിട്ടിട്ടില്ല. കല്ലാർകുട്ടി പോലെയുള്ള ഒരു മഴ പെയ്താൽ ഉടൻ നിറയുന്ന ചെറിയ ഡാമുകൾ മാത്രമാണ് തുറന്നുവിട്ടിരിക്കുന്നത്. മലങ്കര ഡാമിനും നിയന്ത്രിതമായ രീതിയിൽ വെള്ളം ഒഴുക്കിവിടുന്നുണ്ട്. പമ്പയാർ, അച്ചൻകോവിലാർ, മണിയാർ, മണിമലയാർ, മീനച്ചിലാർ, കല്ലടയാർ, തൊടുപുഴയാർ, മൂവാറ്റുപുഴയാർ തുടങ്ങിയ മിക്ക നദികളും കരകവിഞ്ഞൊഴുകുകയാണ്. ഈ നദീതീരങ്ങളിൽ താമസിക്കുന്ന പലരുടെയും വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറി. 2018 തന്നെ ഇക്കുറിയും ഏറ്റവും അധികം ദുരിതത്തിലായത് റാന്നി എന്ന് പറയുന്ന ചെറിയ പട്ടണത്തിൽ താമസിക്കുന്നവരാണ്. റാന്നി പമ്പയാറിൻ്റെയും അച്ചൻകോവിലാറിൻ്റെയും തീരത്തുകൂടി പോകുന്ന പട്ടണമായതിനാൽ പൊടുന്നനെ അവിടെ വെള്ളപ്പൊക്കമുണ്ടാവുകയും കടകൾ വെള്ളത്തിനടിയിലാവുകയും ചെയ്തു. അനേകം വാഹനങ്ങളാണ്
ഈ വെള്ളക്കെട്ടിൽ കുടുങ്ങിയത്. പോവരുതേ പോവരുതേ എന്ന് പറഞ്ഞിട്ടും ജീപ്പ് ഓടിച്ചുകൊണ്ട് ഇത്തരം വെള്ളക്കെട്ടിലേക്ക് കയറി കുടുങ്ങിപ്പോയവരുടെ ദൃശ്യങ്ങൾ പുറത്തുണ്ട്. ചങ്ങനാശ്ശേരിയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലും കുട്ടനാട്ടിലും ഇന്നലത്തേക്കാൾ വെള്ളം ഉയരുന്നത് ഇന്നാണ്. പമ്പയടക്കമുള്ള മിക്ക നദികളും നിറഞ്ഞു കവിഞ്ഞ് കുട്ടനാട്ടേക്ക് ഒഴുകുന്നത് കൊണ്ടാവാം ഇന്ന് അവിടെ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കോട്ടയം ഏറ്റുമാനൂർ പ്രദേശത്തെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ട് രൂപം കൊണ്ടിട്ടുണ്ട്. മീനച്ചിലാർ കരകവിഞ്ഞ് പേരൂരടക്കമുള്ള ഇടങ്ങളിലേക്ക് കടന്നു കയറുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കോട്ടയം പൂഞ്ഞാർ പയ്യാനത്തോട്ടത്തിൽ സാധാരണ ഉരുൾപൊട്ടാത്ത ഒരിടത്താണ് ഇത്തവണ ഉരുൾപൊട്ടിയത്. ബൈക്ക് അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ് വീട്ടിൽ കഴിഞ്ഞിരുന്ന ജോസഫൈൻ എന്ന ചെറുപ്പക്കാരനും അമ്മ റെജീനയുമാണ് ആ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി ജീവൻ നഷ്ടപ്പെടുത്തിയത്. അവരുടെ സംസ്കാരം ഇന്ന് പയ്യാനിത്തോട്ടം പള്ളിയിൽ നടക്കുന്നതാണ്. ശബരിമല തീർത്ഥാടകർ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിറപുത്തരിയുടെ ഭാഗമായി ഇന്ന് നട തുറക്കുമെങ്കിലും ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിറപുത്തരിക്ക് ആവശ്യമായ നെൽക്കതിർ നേരത്തെ തന്നെ ഗണപതി ക്ഷേത്രത്തിൽ എത്തിച്ചിരുന്നു. ത്രിവേണി മണപ്പുറം ഭാഗത്ത് വലിയ തോതിൽ വെള്ളമുയർന്നതിനാൽ പരിസര പ്രദേശത്തുള്ള കടകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. ഇടുക്കിയിൽ 74 ഇടങ്ങളിൽ മണ്ണിടിച്ചിലും 9 ഇടങ്ങളിൽ ഉരുൾപൊട്ടലും ഉണ്ടായതായി റവന്യൂ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഗവിയിലേക്കുള്ള ടൂറിസത്തിനും നിരോധനം ഏർപ്പെടുത്തി. ആലപ്പുഴ ചെല്ലാനത്ത് പതിവ് പോലെ കടലാക്രമണം രൂക്ഷമായിട്ടുണ്ട്. കടൽ ഭിത്തികൾ കെട്ടി സംരക്ഷണം ഉറപ്പാക്കിയിടം സുരക്ഷിതമാണെങ്കിലും കടൽ ഭിത്തികൾ തകർന്നിടത്തും പണി പൂർത്തിയാവാത്തിടത്തും കനത്ത കടലാക്രമണമാണ്. നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. താമരശ്ശേരി ചുരത്തിൽ വാഹന നിയന്ത്രണം ഏർപ്പെടുത്തി. ലോറികളടക്കമുള്ള വലിയ വാഹനങ്ങൾക്ക് ആ ചുരം വഴി പോവാൻ അനുമതിയില്ല. ഇന്നലെ മാറ്റിവെക്കാതിരുന്ന PSC പരീക്ഷകളിൽ മഴക്കെടുതി മൂലം പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് മറ്റൊരവസരം നൽകുമെന്ന് PSC അറിയിച്ചിട്ടുണ്ട്. മഴ കനത്തു പെയ്യുകയാണ്. മനസ്സിൽ ആശങ്കയും പ്രാർത്ഥനയോടെ ഈ മഴ 2018-ൻ്റെയും 2023-ൻ്റെയും ഒന്നും ആവർത്തനമാവാതിരിക്കാൻ നമുക്കും പ്രാർത്ഥിക്കാം.